എന്തോ ഭയങ്കര രസമുണ്ടായിരുന്നടാ, Thank you. അടിപൊളിയായിരുന്നു. അച്ഛനും അമ്മയ്ക്കൊക്കെ കല്യാണം കഴിച്ച് സുഖല്ലേ? സുഖ. എന്തായോ എന്തോ. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ചോദിക്കാം. ഉണ്ണി സാർ. ദേവുട്ടി, എന്തോ റോക്കിംഗ് പെർഫോമൻസ്. താങ്ക് യു സാർ. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഈ പിരിക്കിരി പെൺകുട്ടി എന്താ പാടാൻ, എന്താ ചെയ്യാൻ പോണെന്ന്. നോക്കുമ്പോ എന്തൊരു പവറാണ് വോയിസില്. ഓ, താങ്ക് യു സാർ. ഭയങ്കര രസമായിരുന്നു. താങ്ക് യു സാർ. ഞാനൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. സൂപ്പർ. എനിക്ക് ആ ഒരു എഫക്ട്സ് ഇല്ലേ, അത് മൊത്തത്തിലൊരു പവറും ആ എഫക്റ്റും ഭയങ്കര രസമായിരുന്നു. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ല ഡാൻസേഴ്സും നന്നായി സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഓവറോൾ പെർഫോമൻസ് നല്ലൊരു ആൻഡ് തുറന്ന് ഇങ്ങനെ ഫ്രീഡം, സിംഗിങ് വിത്ത് ഫ്രീഡം എന്ന് പറയും. സോ യു ജസ്റ്റ് റോക്ക്ഡ് ഇറ്റ്. താങ്ക് യു സാർ. ഓഫ്കോഴ്സ് ചില അവിടെ എവിടെയും ശ്രുതിയുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു പെർഫോമൻസ് വാല്യൂ ഒന്ന് നോക്കുമ്പോൾ ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. സൂപ്പർ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ഉണ്ണി സാർ. ശരത് സാർ. മക്കളെ, എന്തോ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. എനിക്ക് ആകെ തോന്നിയ ഒരു ഐറ്റം എന്ന് പറയുന്ന മോള് ഉക്കരായിട്ട് ഷൗട്ട് ചെയ്യായിരുന്നു. കുഞ്ഞിന് അവിടെ എത്തുമോ നിനക്ക് എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു ഓരോ വട്ടം പാടുമ്പോഴും. കാര്യം കുഞ്ഞ് ഒരു ടെക്നിക്കും യൂസ് ചെയ്യാതെ തുറന്നടിച്ചങ്ങ് അത് ഭയങ്കര മുകളിലായിരുന്നു മോളെ. അതിൻ്റെ അപ്പുറത്ത് മോൾക്ക് ശബ്ദം ഇല്ല, അതിൻ്റെ ബ്രിമ്മിലായിരുന്നു മോള്. അതെ, അതിൻ്റെ അപ്പുറത്ത് ഒരു നോട്ടും കൂടെ ഉണ്ടെങ്കിൽ മോള് പൊട്ടിത്തെറിച്ചാൻ അവിടെ ശബ്ദം കൊണ്ട്. അത് എനിക്ക് കുറച്ചും കൂടെ ശ്രുതി ഇറക്കിയായിരുന്നെങ്കിൽ മോക്ക് ഇപ്പം താഴെ പാടാൻ പറ്റത്തില്ലേ? പറ്റും. എന്നാ പിന്നെ അത് ചെയ്തുകൂടായിരുന്നോ കുഞ്ഞ്? ഭയങ്കര അലർച്ചയായിരുന്നു. മോളത്ര സ്ട്രെയിൻ ചെയ്യുന്ന കാണുമ്പോൾ ഒരു വിഷമം അതേ ഉള്ളൂ. പക്ഷേ ഒരു 15,000 പേര് നിൽക്കുന്ന ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പാടിയാ നിന്നെ അവർ പൊക്കി എടുത്തോണ്ട് പോകും കേട്ടോ. അപ്പം എന്തൊക്കെയായാലും നന്നായിട്ടുണ്ട് മോളെ. ഇത് എനിക്ക് ഫീൽ ചെയ്തതാണ്. കുറേ ഓവർ ഷൗട്ടിങ് ആയിപ്പോയ മുകളിൽ. മോക്കത് പാവം കുഞ്ഞല്ലേ, എന്നാലും കൊള്ളാം. അത്രയും തകർത്ത് പാടിയില്ലേ, അതിനൊരു പ്രത്യേക അഭിനന്ദനം. താങ്ക് യു സാർ. ലവ് യു മുത്തേ. ലവ് യു സാർ. ഇത്രയും ലിറിക്ക് എങ്ങനെ നീ ഓർത്തിരുന്നു? അത് അങ്ങ് കിടക്കുക ശൂർപ്പണക വരെ. 9.5 മിനിറ്റ് ഉണ്ടായിരുന്നു ഈ പാട്ട്. കട്ട് ചെയ്തതാ. ഉണ്ടായിരുന്നോ? എന്തോ ഇനിയും ചരണങ്ങൾ ഉണ്ടായിരുന്നോ? ഇനി ഒത്തിരി ഉണ്ട്. മരണം സംഭവിച്ചാണ് കേട്ടോ. ആ ചരണമൊക്കെ അറിയൂ? ഇല്ലില്ല, അത് പഠിച്ചിട്ടില്ല. അത് കട്ട് ചെയ്യാൻ താമസം എടുത്തോണ്ട് ഇത്തിരി പഠിക്കാൻ, ലിറിക്സ് പഠിക്കാൻ ഇത്തിരി താമസിച്ചായിരുന്നു. മോളെ അത് കുറെ ഉണ്ട്, കുറെ എഴുതി വെച്ചേക്കാം. ഞങ്ങളിത് നോക്കിയിട്ട് തന്നെ ഞങ്ങളുടെ കണ്ണൊക്കെ വേദനിക്കാൻ തുടങ്ങി. അത്രയ്ക്ക് ലിറിക്സ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മോളെ. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞ മോളെ അത് കുറച്ച് റേഞ്ച് കൂടി പോയോ എന്നൊരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. മോളെ എത്തിപ്പിടിച്ചല്ലോ. യു റോക്ക്ഡ് ഉണ്ണി പറഞ്ഞ പോലെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക മോളി ഇത് എത്ര? 6 ചരണം? 7 ചരണം. സപ്തസ്വരങ്ങളെന്നാ അവിടെ മേലെയുണ്ട്. ശരിയാ, 7 ചരണം. ഓ, ഇതിലും വലിയ പാട്ടൊന്നും മോൾക്ക് കിട്ടിയില്ലേ തപ്പിയിട്ട് സോക്കില്? മോളെ ഞാൻ ഒറ്റ കമന്റ് എഴുതി വെച്ചിട്ടുള്ളൂ, ടു ഹൈ ഫോർ ദേവു. അത് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. കുറച്ച് കാരണം ഈ പറഞ്ഞല്ലോ ഒരു ഷ്രിൽ വരുന്നു ആ ഒരു പീക്ക് അടിക്കുമ്പോൾ. അപ്പം നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഷ്രില്ല്. അപ്പം ഒറിജിനൽ വോയിസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ ഒരു ഷൗട്ടിങ് പോലെയാണ് ഫീൽ ചെയ്യണം. ഒരു ഹാഫ് നോട്ടോ ഈവൻ ഒരു ഫുൾ നോട്ട് കുറച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഇത് പെർഫോം ചെയ്യാൻ പറ്റും. ഇത് അധികം ലോ ഏരിയാസ് ഒന്നും ഇല്ലല്ലോ, എല്ലാം അങ്ങ് ആകാശത്തല്ലേ കിടക്കണേ. എന്നാൽ പിന്നെ ഒരു ഹാഫ് നോട്ട് കുറയ്ക്കായിരുന്നു മോളെ. അത് മോൾക്കും സ്ട്രെയിന് കുറഞ്ഞാണ്. കാരണം മോൾ അവിടുന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട ഹൈ നോട്ടിലേക്ക് എത്തുന്നത് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു വിഷമം. അയ്യോ, ഇവിടുന്ന് അതാ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്, ഒരു ഹാഫ് കുറയ്ക്കായിരുന്നു, ഒരു ഹാഫ് നോട്ട് കുറയ്ക്കായിരുന്നു. അത്രേ ഉള്ളൂ മോളെ, വേറെ ഒന്നുമില്ല. ഇത് ആരൊക്കെയാണ് മ്യൂസിക്, ലിറിക്സ്, സിംഗർ? മ്യൂസിക് വിനോദ് നെല്ലായി സാർ. ലിറിക്സ് പ്രദീപ് ഇരിങ്ങാലക്കുട. ഓക്കെ. പാടിയത് ബിജു പുലിപ്പാറക്കുന്ന്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഡാൻസേഴ്സും എല്ലാവരും കൂടെ നല്ലൊരു ഫോക്കിഷ് ഓളം ഉണ്ടാക്കി കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഷാനിക. ദേവുട്ടി എന്തോ 8.5. താങ്ക് യു സാർ. അയ്യേ
അല്ല ആ 0.5 നമുക്കൊരു ചേർച്ച വേണ്ടേ? ഓ അങ്ങനെ ആ അത് പിന്നെ 8 പറയും 0.5 പറയാന്ന് വിചാരിച്ച നിങ്ങൾ സാധാരണ അങ്ങനെയല്ലല്ലോ പറയാറ്. സാധാരണ ഉള്ളവരുടെ എപ്പോഴും ഇരിക്കുവോ? ഓക്കെ 8.5. ശരത് സാർ 8. താങ്ക് യു സാർ. ഉണ്ണി സാർ ദേവുട്ടിയെ ദോ ഓക്കെ. സോ ടോട്ടൽ 16.5 മാർക്സ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.